ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് വലിയ മത്തി കിട്ടിയിട്ടുണ്ട്. സുന്ദരൻ മത്തി എന്ന് പറയും നാട്ടിൽ. അപ്പോൾ അത് നമുക്കൊന്ന് വെട്ടി കഴുകി കറി വയ്ക്കാം. അതിനെന്ത് മീനെല്ലാം കഷ്ണിച്ച് പ്രത്യേകം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പരിഞ്ഞിലുള്ള മത്തിയാണ്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. ഇതിനകത്തോട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുവിട്ട് പൊട്ടണം. പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് നന്നായിട്ട് അങ്ങോട്ട് ഇടണം. ലാസ്റ്റിലേ ഞാൻ ഇഞ്ചി ചേർക്കാറുള്ളൂ. ഇഞ്ചി നല്ലതായിട്ട് മൂക്കണം. ഈ അരിഞ്ഞിട്ട സാധനങ്ങളെല്ലാം നല്ലതായിട്ട് മൂക്കണം. നല്ല ഇഞ്ചി കുറച്ചുകൂടെ ഫ്ലേവറൊക്കെ കറിക്കൊരു ഇതൊക്കെ വരാൻ നല്ലതായിട്ടൊന്നുകൂടെ മൂപ്പിക്കും. കണ്ടോ? അപ്പോൾ നല്ലതായിട്ടത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇത് നല്ലതായിട്ട് വേണ്ടി വരുമ്പോഴാണ് നമ്മൾ മസാലകളൊക്കെ ചേർക്കേണ്ടത്. കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഞാൻ ഇതിനകത്ത് അങ്ങ് ചേർക്കും. പച്ചയ്ക്ക് ചേർത്താലും നല്ലതായിരിക്കും. കറി എല്ലാ ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞ് അതിനകത്തോട്ട് കറിവേപ്പില ഇടുന്നതും നല്ലതാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അപ്പോൾ നമ്മളതിനകത്തോട്ട് 1.5 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, നല്ല എരിയാണ്. അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് മല്ലിപ്പൊടിയും കൂടെ ചേർക്കും ഞാൻ, കാരണം എരിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ ഉലുവപ്പൊടി. ഉലുവപ്പൊടിയൊക്കെയാണ് മീൻ കറികളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. കണ്ടോ? ഉലുവപ്പൊടിയും ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് പുളി കഴുകി കീറി വൃത്തിയാക്കി ഉള്ളി കീറി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വെള്ളം നല്ലതായിട്ട് കഴുകി കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് മസാല എല്ലാം പച്ചക്കിടുമ്പോഴത്തേക്ക് ഇതിലോട്ട് ചേർക്കാം. ചേർത്തപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഒന്നുകൂടെ എണ്ണ തെളിഞ്ഞ് വരുവാകുമ്പോൾ ഇതിനകത്തോട്ട് വെള്ളം ചേർക്കാം. ചട്ടമാനം വെള്ളമല്ല, ആവശ്യത്തിന് വെള്ളം. അതൊന്ന് ഗ്രേവി ഒന്ന് കുറുകനെയായി കഴിയുമ്പോഴേ നമ്മൾ കഷ്ണം മീനും ചൂടായി കഴിയുമ്പോഴേ കഷ്ണവും മീനും ഒക്കെ അതിനകത്തോട്ട് ഇടത്തുള്ളൂ. കണ്ടോ? അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ശകലം കൂടെയൊക്കെ ഉപ്പും കൂടെയൊക്കെ നോക്കി ചേർത്തിട്ട് അതിനകത്തോട്ട് മൂടി അടച്ച് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് തിളയ്ക്കണം. നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി. ഇനി ഉപ്പും പുളിയും നോക്കി നമുക്ക് ഇറക്കാവുന്നതാണ്. പുളി പോരാങ്കിൽ പുളി വേണമെങ്കിൽ 1 പീസ് എടുത്ത് ഉള്ളിൽ കയറാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ്. അങ്ങനെയാണല്ലോ കറികൾ. അപ്പോൾ നമ്മുടെ എല്ലാം കറക്റ്റാണ്. എല്ലാ അളവും കറക്റ്റായിട്ടുണ്ട്. എല്ലാ